നമസ്കാരം. എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത്ര പ്രാമുഖ്യത്തോടുകൂടി വന്നൊരു വാർത്തയല്ല. ഇക്കഴിഞ്ഞ ദിവസം വയനാട് പുൽപ്പള്ളിയിൽ സീതാലവകുശ ക്ഷേത്രം വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 73 സെൻറ്റോളം ഭൂമി ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കുവാൻ വേണ്ടി പാട്ടത്തിന് വിട്ടു നൽകിയ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് റദ്ദാക്കി. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും അത്രയധികം പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത വന്നു കണ്ടില്ല. പക്ഷേ ഹൈന്ദവ വിശ്വാസികൾ കേരളത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണിത്. കാരണം ദേവസ്വത്തിൻ്റെ അധികാരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ദേവിയുടെ മൂർത്തിയുടെ സ്വത്ത് എന്ന് കണക്കാക്കപ്പെടുന്ന ഇത്തരം ഭൂസ്വത്തുക്കൾ വളരെ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ആർത്തിമൂത്ത് തന്നെ എന്ന് പറയേണ്ടി വരും. ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടി ഇതാദ്യമായിട്ടല്ല. ഇക്കാര്യത്തിൽ LDF UDF എന്നുള്ള വ്യത്യാസമില്ല കേട്ടോ. കാരണം LDF സർക്കാർ വന്നാലും UDF സർക്കാർ വന്നാലും ഇത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സമീപകാലത്തായിട്ടുള്ള ഉദാഹരണങ്ങൾ ചിലത് പറയുന്നത് കൊണ്ട് മാത്രം LDFനെ മാത്രം ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ട. UDFൻ്റെ കാലത്തിൽ ഇതിലും ഭംഗിയായി തന്നെ ഇത്തരത്തിലുള്ള അനാശാസ്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ അനാശാസ്യമെന്ന് തന്നെ വിളിക്കണം. കാരണം ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് റോഡിൻ്റെ വികസനത്തിനായിട്ട് നൽകുന്നതിൽ തെറ്റൊന്നുമില്ല. അതും ചിലപ്പോൾ ഒരു വിമർശനത്തിനിടയാവാം. എപ്പോൾ ക്ഷേത്രത്തിൻ്റെ മാത്രം എടുക്കുമ്പോൾ, പള്ളിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിൻ്റെയോ സ്ഥലം ഇതിന് വേണ്ടിയിട്ട് എടുക്കാതെ ക്ഷേത്രത്തിൻ്റെ മാത്രം എടുക്കുമ്പോൾ അതും വിമർശനത്തിനിടയാവും. എന്നാൽ പോലും പൊതു നന്മയ്ക്കായി ഇത്തരത്തിലുള്ള ഒരു വിനിയോഗം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ പൊതു നന്മയ്ക്കല്ല, എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് വികസനം പൊതുനന്മയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡ് വികസിപ്പിക്കുവാൻ മറ്റ് സ്ഥലങ്ങൾ അവിടെ തന്നെ ലഭ്യമാണ്. പക്ഷേ അത് ഈ ഭരണകർത്താക്കളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുള്ള സ്ഥലങ്ങളെയോ വ്യക്തികളുടെ സ്വകാര്യ ലാഭേച്ഛയോടുകൂടിയുള്ള താല്പര്യങ്ങളെയോ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ കയ്യേറ്റം നടത്തി അതിനെ അങ്ങ് പാട്ടത്തിന് കൊടുക്കുക. അതിനെ എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. ഭാഗ്യം. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരല്പം പിന്നോട്ട് പോയാൽ കുറേ കാലം മുമ്പ് ആണ് ജനം തിരിച്ചറിഞ്ഞത്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപക്ഷെ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൂടിയോ പരസ്യത്തിൽ കൂടിയോ പരിചിതമായിട്ടുള്ളൊരു ഭൂപ്രദേശമായിരിക്കാം തിരുവനന്തപുരത്തെ പാളയം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പള്ളി, അതിന് തൊട്ടടുത്തൊരു വിനായക ക്ഷേത്രം, ശക്തി വിനായക ക്ഷേത്രമാണ്. പാളയം ശക്തി വിനായക ക്ഷേത്രമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കുറച്ച് നേരെ എതിർവശത്തായിട്ട് ഒരു ക്രിസ്ത്യൻ പള്ളി. മതേതരത്വത്തിൻ്റെ ഉത്തമ മാതൃക, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം കാണിക്കുന്ന ബിംബങ്ങളിലൊന്ന്, ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ബിംബങ്ങളിലൊന്ന് ഈ പാളയത്തിൻ്റെ ഈ 3 ആരാധനാലയങ്ങളുടെയും ചിത്രമാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഗോപുരമൊക്കെ പുതുക്കി പണിഞ്ഞതിന് ശേഷം ആ ക്ഷേത്രത്തിനൊരു പ്രാമുഖ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ കഥ തത്വമയി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വീണ്ടും പറയുന്നില്ല, അല്ലെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. ശക്തിവിനായക ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ ആ ക്ഷേത്രം അവിടെ ഉണ്ട് എന്നറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വളരെ ചെറിയൊരു കെട്ടിടം, ഒരു 9 സെൻറ്റ് സ്ഥലത്തിനകത്ത് ഭക്തർക്ക് പ്രദക്ഷിണം ചെയ്യുവാനോ മറ്റെന്തെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിക്കുവാനോ ബുദ്ധിമുട്ടേണ്ടി വരുന്ന അവസ്ഥ. ഒപ്പം തന്നെ ചുറ്റുമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അടുത്തുള്ള പള്ളികളിൽ നിന്ന് പോലും ഡ്രെയിനേജ് പോലും ആ ക്ഷേത്രത്തിൻ്റെ അകത്തുകൂടി കടത്തിവിടുവാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം നടക്കുമ്പോൾ എതിർപ്പുകൾ ഉയർന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുത പുറത്തു വന്നത്. ഏതാണ്ട് 92 സെൻറ്റോളം സ്ഥലം, 92 സെൻറ്റ് സ്ഥലം, 1 ഏക്കറോളം സ്ഥലം ഈ ക്ഷേത്രത്തിൻ്റെ അധീനതയിൽ രേഖകൾ പ്രകാരം ഈ ക്ഷേത്രത്തിൻ്റേതായിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1 ഏക്കർ വിസ്തൃതിയുള്ളൊരു ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നിലവിൽ യാഥാർത്ഥ്യം പരിശോധിച്ച് നോക്കുമ്പോൾ 9 സെൻറ്റ് സ്ഥലത്തിലാണ് നിൽക്കുന്നത്. ബാക്കി 83 സെൻറ്റ് എവിടെ പോയി? അന്യമതസ്ഥർ കയ്യേറി. അത് പലരും പറയുന്നത് ഈ മുസ്ലിം പള്ളിയാണ് കയ്യേറിയത്, ചിലർ പറയുന്നു അല്ല, അടുത്തുള്ള പല സ്ഥാപനങ്ങളുമാണ്. എന്തായാലും ഇതെല്ലാം അന്യമതസ്ഥരുടെയാണ്, പള്ളിയാകട്ടെ സ്ഥാപനങ്ങളാവട്ടെ. ക്ഷേത്രത്തിന് 83 സെൻറ്റ് സ്ഥലം പോയി. രേഖകളിൽ ആ 83 സെൻറ്റ് സ്ഥലം ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ കൈവശം തന്നെയാണ്. ഇതിനെതിരെ പല പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുവാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ തടയിടലുകൾ ആ ശ്രമങ്ങൾക്ക് നേരെ ഉണ്ടായി.
ഇത്തരത്തിലുള്ളൊരു കയ്യേറ്റം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആരാണ് ഈ നഷ്ടം വരുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും ഞാൻ പറയാം, ഈ 83 സെൻറ്റും ഒരു ദിവസം കൊണ്ട് കയ്യേറി പോയതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. LDF സർക്കാർ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും 10 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാരും നിർലോഭം ഈ സ്ഥല കയ്യേറ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചതായിരിക്കില്ല. കൃത്യമായ പ്രതിഫലമോ അല്ലെങ്കിൽ അത് ക്യാഷായോ കൈൻഡായോ പണമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപഹാരമായോ, അത് വോട്ട് ബാങ്ക് ആവാം, മറ്റെന്തെങ്കിലും ഉപഹാരമാവും, അത്തരത്തിൽ കൈപ്പറ്റിക്കൊണ്ട് തന്നെ അതിന് നേരെ കണ്ണടയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനി ശക്തിവിനായക ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് വില്വാദ്രിനാഥനിലേക്ക് വരാം. തിരുവില്ലാമല വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിന് അഗ്നിബാധയുണ്ടായി, ക്ഷേത്രത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ 2017 എൻ്റെ ഓർമ്മ. തീയതിക്ക് ഒരല്പസ്വല്പം മാറ്റമുണ്ടാവാം. ഒരു കൃത്യമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു റിട്ടയർഡ് അധ്യാപികയായ തിരുവില്ലാമല വില്വാദ്രിനാഥൻ്റെ ഭക്തയായ ശ്രീമതി കുഞ്ഞിക്കാവമ്മ, അവരുടെ ഭൂസ്വത്ത്, അതും ഏതാണ്ടൊരു 70 സെൻറ്റിന് മുകളിൽ വരുന്ന ഭൂമിയാണ്. അന്നത്തെ മതിപ്പ് വില 50 ലക്ഷം രൂപയോളം ആ ഭൂമിക്ക് വരും. അത് വില്വാദ്രിനാഥൻ്റെ പേരിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് എഴുതി നൽകി. കുഞ്ഞിക്കാവമ്മയുടെ കാലശേഷം ആ ഭൂമി വിറ്റ് ആ തുക വില്വാദ്രിനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കണം എന്നുള്ള വ്യവസ്ഥ നൽകിയാണ് ഒസ്യത്ത് പ്രകാരം ദേവസ്വം ബോർഡിന് ഈ ഭൂമി അവർ നൽകിയത്. 2022 ശ്രീമതി കുഞ്ഞിക്കാവമ്മ അന്തരിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഈ ഡിസംബറിലാണ് ആ വിവരം പോലും പുറത്തു വന്നത്. പക്ഷേ സംഭവം നടക്കുന്നത് 2022 2025 ഡിസംബറിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് തന്നെ. അന്ന് ദേവസ്വം മാനേജറായിരുന്ന സുനിൽകുമാർ എന്ന വ്യക്തി ഈ ഭൂമി സ്വന്തം പേരിലാക്കി ആധാരം നടത്തി. അങ്ങനെയാണ് ആരോപണങ്ങൾ വരുന്നത്. അത് ഏറെക്കുറെ സത്യവുമാണ്. ഈ സുനിൽകുമാർ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണോ? അല്ല, അദ്ദേഹം ദേവസ്വത്തിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറാണ്. കാരണം ഇത്രയും സക്രിയവും സമർത്ഥവുമായൊരു സേവനം നടത്തിയ ഒരു വ്യക്തിയെ വെറും ദേവസ്വം മാനേജറാക്കി ഇരുത്തരുത്, ഡെപ്യൂട്ടി കമ്മീഷണറാക്കുക, പറ്റുമെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കണം എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ 3 കയ്യേറ്റങ്ങളും നിങ്ങളൊന്ന് ഒരുമിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ 3-ൽ ഒതുങ്ങുന്നതാണോ ഈ ക്ഷേത്രഭൂമിയുടെ അല്ലെങ്കിൽ ഹൈന്ദവരുടെ വിശ്വാസങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളെ സംരക്ഷിക്കുവാനും ക്ഷേത്രത്തിൻ്റെ പരിപോഷണത്തിനായിട്ടും ഇനി അതിൽ നിന്ന് പുറത്തേക്ക് അല്പം കൂടി വന്നു കഴിഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ പ്രയോജനത്തിനുമായിട്ടുള്ള ഇത്തരം ക്ഷേത്ര സ്വത്തുക്കൾ ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്ന സർക്കാരുകൾ മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ശക്തിവിനായക ക്ഷേത്രത്തിൽ പോയാൽ ഗണപതിയെ കണ്ട് തൊഴുതിട്ട് നാമിങ്ങി പോരും. ഗണപതിയുടെ കാര്യം നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ദേവൻ്റെ കാര്യം ദേവൻ നോക്കിക്കോണം. ദേവൻ്റെ കാര്യം ദേവൻ നോക്കിക്കോളും. പക്ഷേ ആ ദേവൻ്റെ പ്രതിഷ്ഠ, ആ ദേവൻ്റെ അമ്പലം അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ അത് ഭക്തന്മാരും കൂടി നോക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഒരു തലമുറ ചിലപ്പോൾ പറഞ്ഞേക്കും. അത് കഴിയുമ്പോൾ മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ട് ചിലപ്പോൾ പാളയം മുസ്ലിം പള്ളിയും പാളയം ക്രിസ്ത്യൻ പള്ളിയും മാത്രം കാണിക്കപ്പെടും. ഗണപതി ക്ഷേത്രം ഇല്ല, എന്തു ചെയ്യാൻ? പിന്നെ വേണമെങ്കിൽ ഒരു ഗണപതിയുടെ പ്രതിമ ആ റോഡിൻ്റെ വശത്തെങ്ങാനും വെച്ചിരിക്കാം. അതും ആരുടെയെങ്കിലും ദയ കൊണ്ട് വെച്ചാൽ വെച്ചു. മതേതരം മുഴുവനായിട്ട് പ്രചരിപ്പിക്കണമെങ്കിൽ അത്തരത്തിലൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഹൈന്ദവ സമൂഹം പോവുകയാണ് എന്നുള്ളതാണ് സത്യം. അവിടെ തന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി എന്തായിരിക്കുമെന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ആ പരിസമാപ്തിയിലേക്ക് കേരളത്തിലെ ഹൈന്ദവ സമൂഹം എത്തണമോ എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിക്കുക. നമസ്കാരം.